നാളികേരത്തിന്റെ നല്ല രുചികളുമായി സുഷാസ് ഫുഡ് പ്രോഡക്ട്സ്. 2023 സംസ്ഥാന സർക്കാരിന്റെ കേരകേസരി പുരസ്കാരം ചെന്നെത്തിയത് മലപ്പുറം ജില്ലയിലെ താനാളൂർ ഗ്രാമപഞ്ചായത്തിലെ സുഷമ പി.ടിയുടെ 8 ഏക്കർ കൃഷിയിടത്തിലേക്കാണ്. നാളികേര കൃഷിക്കൊപ്പം സുഷാസ് ഫുഡ് പ്രോഡക്ട്സ് എന്ന നാളികേര അനുബന്ധ സംരംഭം കൂട്ടിച്ചേർത്തതാണ് ഈ അംഗീകാരത്തിളക്കം സുഷമയുടെ കൃഷിയിടത്തിലേക്കെത്താൻ കാരണം. തെങ്ങ് താരമായ ഈ കൃഷിയിടത്തിൽ നിന്നും 45 ദിവസം കൂടുമ്പോൾ ശരാശരി 11,250 നാളികേരം ലഭിക്കും. തുടക്കത്തിൽ ഇവയെല്ലാം വിപണിയിൽ വിൽക്കുമായിരുന്നെങ്കിലും സംരംഭം തുടങ്ങിയതോടെ ഇന്ന് ഈ വിശാലമായ തെങ്ങിൻതോപ്പിൽ വിളയുന്ന നാളികേരം സുഷാസ് ഫുഡ് പ്രോഡക്ട്സിൽ വൈവിധ്യമാർന്ന നാളികേര ഉൽപ്പന്നങ്ങളായി മാറുകയാണ്. ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്നതാണ് കൃഷി. ആ കൃഷിയെ നിലനിർത്താൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ഭാഗമായിട്ടാണ് ഞാൻ വാല്യൂ അഡീഷനിലേക്ക് കടന്നത്. ഒരു 2020 ഞാൻ വാല്യൂ അഡീഷൻ 2019 തുടങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ 2020 എനിക്കത് തുടങ്ങാനുള്ള ഒരു അവസരം വന്നത്. 2020 ഞാൻ ആദ്യമായിട്ട് തേങ്ങ വറുത്ത മസാല ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അത് 19 ഞാൻ ചെയ്ത് തുടങ്ങിയെങ്കിലും പക്ഷെ നമ്മളത് FSSAI എടുക്കാനും അങ്ങനെ അതേപോലെ ലൈസൻസൊക്കെ കിട്ടാനുള്ള ബുദ്ധിമുട്ട് കാരണം 2020 ഞാൻ ഇതിൻ്റെ യൂണിറ്റ് തുടങ്ങിയത്. അപ്പോഴേക്കും അതിലേക്ക് വേണ്ട മെഷീൻസ്, അതായത് അതിന് വേണ്ടിയിട്ടൊരു സ്ഥലം കണ്ടെത്തലും ഒക്കെ. ഒരു ചെറിയ വീടാണ് ഞങ്ങളുടെ പ്ലോട്ടിൽ തന്നെയുള്ള ഒരു ചെറിയ വീട്ടിലാണ് ഞാൻ ആദ്യമായിട്ട് ഷിഫ്റ്റിലാണ് എനിക്ക് അതിൻ്റെ ഒരു യൂണിറ്റ് തുടങ്ങാനുള്ള അവസരം കിട്ടിയത്. പിന്നെ ഇപ്പം അതിൻ്റെ ഓരോ ഭാഗങ്ങളായിട്ട് വികസിപ്പിച്ച് കൊണ്ടുവന്ന് ഇപ്പം എനിക്ക് പശുക്കളുടെ ഫാം, അതായത് 35ഓളം പശുക്കളുണ്ട്. അത് ഇന്ത്യൻ ബ്രീഡ് പശുക്കളാണ്. അപ്പോൾ അങ്ങനെ ഒരു തൊഴുത്ത്, അതിൻ്റെ ഉള്ള വളം നിർമ്മിക്കാൻ ഒരു യൂണിറ്റായി അത് കാരണം. അപ്പോൾ അങ്ങനെ ഒരു വ്യത്യാസം വന്നു. പിന്നെ വാല്യൂ അഡീഷൻ യൂണിറ്റ്, പിന്നെ വെളിച്ചെണ്ണയാണ്. ആദ്യം നമ്മൾ തേങ്ങ വറുത്ത മസാല തുടങ്ങി. പിന്നെ അതിലേക്ക് വേണ്ട വെളിച്ചെണ്ണ, മുളക് പൊടി ഒക്കെ നമ്മൾ തന്നെ ചെയ്യാന്നുള്ള രീതിയിൽ ചെയ്തു തുടങ്ങി. അപ്പോൾ അതിലേക്ക് വേണ്ട മെഷീനുകൾ മേടിച്ചു. ഇപ്പോൾ ഏകദേശം 35ഓളം പ്രൊഡക്ട്സ് ആയി. അതൊക്കെ മാർക്കറ്റിൽ എത്തിക്കൊണ്ടിരിക്കുന്നു. എല്ലാവരുടെ അടുത്തുനിന്നും നല്ല അഭിപ്രായമാണ് കിട്ടുന്നത്. ഏറ്റവും നല്ല ക്വാളിറ്റിയിൽ കൊടുക്കണം എന്നുള്ളതുകൊണ്ട് ആ ക്വാളിറ്റി കീപ്പ് ചെയ്യും എന്നുള്ളത് നിർബന്ധമായിട്ട് ജനങ്ങൾ അത് മനസ്സിലാക്കിയിട്ടുണ്ട്. അത് ഇവിടെ വന്നാൽ തന്നെ നമുക്ക് ഒരുവിധം എല്ലാ ആൾക്കാർക്കും അത് മനസ്സിലാവുന്നുണ്ട്. അവർ ആ ഒരു പ്രാവശ്യം മേടിച്ചാൽ അത് തുടർന്ന് മേടിച്ച് പോണത് ആയതുകൊണ്ട് എനിക്ക് വലിയ ബുദ്ധിമുട്ട് വരുന്നില്ല. ഇപ്പം മാർക്കറ്റിംഗ് ഒക്കെ കൂടി തുടങ്ങി. മാർക്കറ്റിങ്ങിലാണ് ഞാൻ ആദ്യം കുറച്ച് ബുദ്ധിമുട്ടിയത്. പക്ഷേ ആ കൊറോണ സമയത്ത് കുറേ വീഡിയോസ് കൃഷിഭവൻ്റെ ദൂരദർശനിലും ബാക്കിയൊക്കെ അങ്ങനെ കുറേ വീഡിയോസൊക്കെ വന്നുകൊണ്ട് നമ്മളെ പറ്റിയിട്ട് ജനങ്ങൾ അറിഞ്ഞു തുടങ്ങിയപ്പോൾ അവർ ഓൺലൈനിൽ കൂടെ സാധനം മേടിക്കും. ഇപ്പോൾ ഓൺലൈനിൽ കൂടി പിന്നെ കൂടാതെ നമ്മളുടെ അടുത്തുള്ള ആൾക്കാരും പിന്നെ നമ്മളെപ്പറ്റി നന്നായി അറിയുന്ന, നമ്മളുടെ പ്രൊഡക്ട്സ് നന്നായിട്ട് അറിയുന്ന ആൾക്കാർ സ്ഥിരമായിട്ട് ഇപ്പോൾ മേടിച്ച ആൾക്കാർ പിന്നെ തുടർന്ന് അവർ ചെയ്തു പോണ കാരണം മാർക്കറ്റിങ്ങും മെച്ചപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ കൂടുതൽ മാർക്കറ്റ് ചെയ്യാനുള്ളതാണ്. അതിൻ്റെ ഒപ്പം തന്നെ എനിക്ക് ചെയ്യാൻ പറ്റിയ മറ്റൊരു കാര്യം എന്താ വെച്ചാൽ എൻ്റെ പ്രൊഡക്ട്സ് അല്ല, എൻ്റെ കൃഷി സാധനങ്ങൾ ഇപ്പോൾ തികയാത്ത അവസ്ഥ വന്നു തുടങ്ങിയപ്പോൾ എനിക്ക് എൻ്റെ നാട്ടിലുള്ള കർഷകരുടെ അടുത്തൊന്നും എനിക്ക് പരിചയമുള്ള അതേപോലെ ഓർഗാനിക്കായിട്ട് മാത്രം ചെയ്യുന്ന കർഷകരുടെ അടുത്തൊന്നും സാധനങ്ങൾ എടുക്കാൻ എനിക്ക് പറ്റുന്നുണ്ട്. അത് അവർക്കൊരു ഗുണം ആയി മാറിയിട്ടുണ്ട്. ഇവിടെ നാളികേരത്തിൽ നിന്നും ലഭിക്കുന്ന വരുമാനത്തെക്കാൾ കൂടുതൽ ആദായം മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളിലൂടെ ലഭിക്കുന്നുണ്ട്. ഇത് ഞങ്ങളുടെ പ്രോഡക്ട്സുകളാണ്. 35 പ്രോഡക്ട്സ് നമ്മൾക്കുണ്ട്. വെളിച്ചെണ്ണ മരച്ചക്കിലാട്ടിയത് സെപ്പറേറ്റ് ആണ്. ഈ സ്റ്റീൽ ചക്കിലാട്ടിയത് വേറെ വെളിച്ചെണ്ണയായിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ വെർജിൻ ഓയിൽ 2 തരമുണ്ട്. ഹോട്ട് പ്രോസസ്സിങ്ങും, അത് നിങ്ങൾക്ക് കാണാം, വീഡിയോ നിങ്ങൾ കാണും. പിന്നെ ഹോട്ട് പ്രോസസ്സിംഗ് ഉണ്ട്, കോൾഡ് പ്രോസസ്സിംഗ് ഉണ്ട്. അതേപോലെ ഹെയർ ഓയിൽ ഉണ്ട്, ലിപ് ബാം ഉണ്ട്. അതൊക്കെ നമ്മൾ വെളിച്ചെണ്ണയിൽ നിന്ന് ഉണ്ടാക്കുന്ന സാധനങ്ങളാണ്. ഏറ്റവും നല്ല ക്വാളിറ്റിയിൽ നിങ്ങൾക്ക് വിശ്വസിച്ച് മേടിക്കാം എന്നുള്ളതാണ് നിങ്ങൾക്കിപ്പോൾ ഇത് കണ്ടാൽ തന്നെ ഒരുവിധം കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും. ഞങ്ങൾ 14 വർഷമായിട്ടും ഓർഗാനിക്കായിട്ട് മാത്രമാണ് കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ നിന്ന് കിട്ടുന്ന പ്രൊഡക്ട്സ് കൊണ്ട് വാല്യൂ അഡീഷൻ ചെയ്യാനെന്നുള്ളതാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇത് ചട്നി പൗഡർ ഉണ്ട്. അച്ചാറുകളാണെങ്കിൽ ചെറുനാരങ്ങയുള്ള സമയത്ത് ചെറുനാരങ്ങ അച്ചാർ ചെയ്യും. ചെറുള്ളിയൊക്കെ വെളുത്തുള്ളിയൊക്കെ ഞങ്ങൾ ചെയ്യാറുണ്ട്. അപ്പോൾ ആ സമയത്ത് നമ്മൾ എന്താണോ നമുക്കുള്ളത്, ഇടിച്ചക്ക ഉള്ള സമയത്ത് ഇടിച്ചക്ക അച്ചാറുണ്ടാക്കും. അതേപോലെ ചമ്മന്തിപ്പൊടി, ഇഡ്ഡലിപ്പൊടി, പിന്നെ സാമ്പാർ പൊടി, ഗരം മസാലപ്പൊടി, പിന്നെ തൈര് മുളകിൻ്റെ കൊണ്ടാട്ടം. ഇവിടെ പശുക്കളെ വളർത്തുന്നുണ്ട്, ഇന്ത്യൻ ബ്രീഡ് പശുക്കളെ വളർത്തുന്നത്. അപ്പോൾ എല്ലാം A2 പാലാണ്.
അപ്പോൾ ആ ഏറ്റുപാലിൽ നിന്ന് എടുക്കണ നെയ്യുണ്ട്, അതേപോലെ തൈര് മുളകിൻ്റെ കൊണ്ടാട്ടങ്ങളുണ്ട്. മുളകൊക്കെ ഞങ്ങൾ കൃഷി ചെയ്യണു, മുളക് പൊടിക്കുള്ള മുളകായാലും ഞങ്ങൾ കൃഷി ചെയ്യണു. ഇപ്പോൾ നമുക്ക് തികയാതെ വരുമ്പോൾ നമ്മൾക്ക് അത്രയും വിശ്വസിക്കാവുന്ന കർഷകരോട് നമ്മൾ ചെയ്തു തരാൻ പറഞ്ഞിട്ട് അവർ ചെയ്തു തരാൻ തുടങ്ങുന്നുണ്ട്. ഈ സാമ്പാർ പൗഡർ, ഗരം മസാല പൗഡർ, അതേപോലെ കൊറിയാണ്ടർ പൗഡർ ഇതൊക്കെ ഇടിച്ച് പൊടിച്ചിട്ട് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെതായ ഒരു ടേസ്റ്റ്, പഴയ കാലത്തുള്ള നമ്മൾ ഇടിച്ച് പൊടിച്ചുണ്ടാക്കുന്ന ആ കറിയുടെയൊക്കെ ഒരു ടേസ്റ്റ് നമുക്കത് അത്ര കിട്ടും. നന്നായിട്ട് നല്ല രുചിയിൽ കിട്ടാനുള്ള ഒരു കാര്യം കൂടിയാണ്. അതിൻ്റെ ഒപ്പം ഇതൊക്കെ ഷെൽഫ് ലൈഫ് കൂടുതലാണ്, ചൂടാവണ കുറയണുണ്ട്. ഫുഡ് പ്രോസസ്സിംഗ് യൂണിറ്റ്, റീറ്റെയിൽ ഔട്ട്ലെറ്റ് എന്നിവ ആരംഭിക്കുന്നതിനും കൃഷിയിടത്തിലേക്കുള്ള യന്ത്രസാമഗ്രികൾ വാങ്ങുന്നതിനും SHM മറ്റ് കൃഷിവകുപ്പ് പദ്ധതികൾ വഴി സഹായം ലഭിച്ചിട്ടുണ്ട്. നമുക്ക് കൃഷിഭവനിൽ നിന്നും കൃഷി ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഒരുപാട് സഹായങ്ങൾ കിട്ടിയിട്ടുണ്ട്. SHM പ്രോഡക്റ്റിൽ കൂടെ എനിക്ക് ഈ യൂണിറ്റ്, ഞാനിതൊരു വീടിലാണ് തുടങ്ങി വെച്ചിരുന്നത്. ആ വീട് കുറച്ചും കൂടി നമുക്ക് നമ്മൾ വാല്യൂ അഡിഷൻ തുടങ്ങി ആദ്യം ചെറിയ രീതിയിൽ തുടങ്ങിയപ്പോഴേക്കും വ്യത്യാസം വരുത്തേണ്ട ഒരു രീതി വന്നപ്പോൾ നമുക്ക് കൃഷിഭവനിൽ നിന്ന് നല്ല സഹായമാണ് ലഭിച്ചത്. ബ്ലോക്കിൽ നിന്ന് നമുക്ക് ചെറിയമുണ്ടം ബ്ലോക്ക് എന്ന് നമുക്ക് പിന്നെ SHM വഴി പിന്നെ ഈ യൂണിറ്റ് നവീകരിക്കാനും അതേപോലെ ഒരു റീറ്റെയിൽ ഔട്ട്ലെറ്റ് തുടങ്ങാനുള്ള സൗകര്യങ്ങൾ കിട്ടിയിരുന്നു. കൂടാതെ ഇപ്പോൾ PMFMന്റെ സ്കീമിലാണ് ഈ വെർജിൻ കോക്കനട്ട് ഓയിലിൻ്റെ സ്കീം ഞാൻ ഇപ്പോൾ തുടങ്ങിയിട്ടുള്ള. ഓഗസ്റ്റിലാണ് ഞാനിത് തുടങ്ങിയത്, പുതിയ യൂണിറ്റ് തുടങ്ങിയത്. അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അല്ലാതെ സബ്സിഡികളായിട്ട് പിന്നെ വേറെ കൃഷികൾക്ക് ആവശ്യമുള്ള ചില കൃഷികൾക്ക് ആവശ്യമുള്ള സബ്സിഡികൾ അങ്ങനെയെല്ലാം നമുക്ക് കൃഷിഭവനും ഗവൺമെന്റിന്റെ കീഴിലുള്ള എല്ലാ ഭാഗത്തു നിന്നും നമുക്ക് നല്ല സപ്പോർട്ടുള്ള ഒരു രീതിയിലാണ് ഇതിപ്പോൾ തുടർന്ന് പോണത്. കൂടുതൽ ആധുനിക യന്ത്രങ്ങൾ ഉപയോഗിച്ച് തന്റെ കൃഷിയിടവും പ്രോസസ്സിംഗ് യൂണിറ്റും മികവുറ്റതാക്കിയിട്ടുണ്ട് ഈ കർഷക. എളുപ്പത്തിൽ കൂടുതൽ തേങ്ങ ഒരേ സമയം പൊതിക്കാൻ കഴിയുന്ന മെഷീനാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഇവിടെ ഞങ്ങള് പറമ്പിന്ന് ഇട്ട തേങ്ങകൾ ഇതവിടെ കൊണ്ടുപോയിട്ടിട്ടുണ്ട്. അത് ഇനിയിപ്പോൾ ഇതിൽ കൂടെ തേങ്ങ പൊളിച്ചെടുക്കുകയാണ്. ഈ മെഷീൻ തേങ്ങ പൊളിക്കുന്ന മെഷീനാണ്. ഇത് ഒരു മണിക്കൂറിന് നമുക്ക് 500 തേങ്ങ ഒക്കെ പൊളിക്കാൻ പറ്റും. സ്പീഡാവും തോറും നമുക്കത് കൂടുതൽ ചെയ്യാനുള്ള ഒരു അവസ്ഥ ഉണ്ടാവും. പക്ഷെ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് എന്താ വെച്ചാൽ ഇതുപോലെ മുഴുവൻ തോല് പോരുന്നില്ല. പക്ഷെ നമുക്കിത് എടുത്തു വെക്കാം വേഗം, പെട്ടെന്ന് ആവശ്യത്തിനൊക്കെ ഇങ്ങനെ എടുത്തു വെച്ചാൽ നമുക്കത് വേഗം എടുത്ത് മാറ്റിയതിൻ്റെ ശേഷം ഓരോ വർക്ക് ഉള്ള ദിവസം നമുക്കത് എടുത്താൽ മതി. അപ്പോൾ പിന്നെ തേങ്ങ കേട് വരുന്ന പ്രശ്നം അങ്ങനെ വരുന്നില്ല. അപ്പോൾ ഒരു തേങ്ങ പൊളിക്കാൻ അറിയാത്ത ആൾക്കാർക്കും ഇത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്, നമുക്ക് തേങ്ങ പൊളിച്ചെടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഗുണമുള്ളത്. ഇപ്പം തേങ്ങ പൊളിക്കുന്നത് കാണാം. ഇതിപ്പോൾ ഈ തേങ്ങ നമ്മൾ ഉള്ളിൽ കൊണ്ടുപോയിട്ട് ചിരട്ട പൊട്ടിക്കണം. ചിരട്ട പൊട്ടിക്കാൻ കൊണ്ടുപോവുകയാണ്. ചിരട്ട പൊട്ടിച്ചിട്ട് പിന്നെ ഓരോ പ്രോസസ്സിങ്ങിലേക്ക് ഇനി പോകും. തേങ്ങ പൊതിച്ചതിന് ശേഷം മെഷീൻ ഉപയോഗിച്ച് ചിരട്ട ഇളക്കി വെള്ള ബോൾ പോലെ വൃത്തിയാക്കി എടുക്കുന്നു. വെള്ളത്തിൽ കഴുകിയ ശേഷം തേങ്ങ മെഷീനിൽ ചിരകിയെടുക്കുന്നു. ഇപ്പൊ ഇവര് നമ്മൾ പൊളിച്ച തേങ്ങ അവർ കൊണ്ടുവന്നിട്ട് ഇതിലിട്ട് ഇടാണ്. ഇതെന്നിട്ട് എടുത്തിട്ടാണ് പിന്നെ ചിരട്ടയൊക്കെ പൊട്ടിക്കാൻ തുടങ്ങുന്നത്. ഇതിലിട്ടോളൂ. ഇതിപ്പോ ചിരട്ട പൊട്ടിക്കുകയാണ്. ഇതെന്ന് തേങ്ങ എടുക്കണു. ഇതെന്ന് തേങ്ങ എടുത്തിട്ട് ഇവര് ചിരട്ട ഇതിൽ വെച്ചിട്ട് പൊട്ടിക്കും. ഒരേ സമയം 4 ആൾക്കാർക്ക് ചിരട്ട പൊട്ടിക്കാൻ പറ്റും എന്നുള്ളത്. ഇതിന്റെ ചിരട്ട പൊട്ടിച്ച് കഴിഞ്ഞിട്ട് അതിന്റെ സ്കിന്ന് റിമൂവ് ചെയ്യും. ഈ ചിരട്ടകൾ പൊട്ടിച്ചത് ഇതിൽ കൂടെ ചിരട്ട പുറത്ത് പോയിട്ട് കഷ്ണങ്ങൾ പുറത്ത് പോയിട്ട് വീഴുകയാണ് ചെയ്യുക. അപ്പൊ നമ്മൾ അവിടുന്ന് അത് ശേഖരിച്ചിട്ട് കൊണ്ടേ കളയും. ഇത് അകത്ത് വീഴില്ല, ഇതിന്റെ ഉള്ളിൽ വന്ന് വീണിട്ട് ഇത് നമുക്ക് കുറച്ചും കൂടി പ്രാക്ടീസായി വേഗം ചെയ്യാൻ പറ്റും. ഇപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു ജോലിയാണ്, പക്ഷെ പ്രാക്ടീസ് ആയാൽ നമുക്ക് വേഗം ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഇതിപ്പോൾ തേങ്ങ ഷെല്ല് കളഞ്ഞതാണ്. ഷെല്ല് കളഞ്ഞിട്ട് ഇനി ഇതിന് ഈ സ്കിന്ന് റിമൂവ് ചെയ്യാണ് ചെയ്യണത്. അപ്പോൾ നമുക്ക് എന്താ വെളിച്ചെണ്ണ നല്ല കളറിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഇതിൻ്റെ തവിടെണ്ണയിലേക്കൊക്കെ ഇതെടുക്കാം, നല്ലതാണ്. പക്ഷേ ഇതും കൂടി ഈ സ്കിന്നും കൂടി ഉൾപ്പെടുന്നതാണ് ഏറ്റവും നല്ല വെളിച്ചെണ്ണ. പക്ഷേ ഇന്നത്തെ എല്ലാ ആൾക്കാർക്കും വെളിച്ചെണ്ണ പിന്നെ
നല്ല കളർ വേണം, പുറത്തേക്ക് പോകണമെങ്കിൽ നല്ല കളർ വേണം. അപ്പോൾ ഇത് സ്കിന്ന് റിമൂവ് ചെയ്തതിൻ്റെ ശേഷമാണ് ചെയ്യാണ്. ഇപ്പോൾ ഇതിൽ വെച്ചിട്ട് സ്കിന്ന് റിമൂവ് ചെയ്യും. ഇത് ഷ്രെഡിങ് മെഷീനാണ്. ഇത് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് കഷ്ണങ്ങൾ നുറുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇതിനെ നമ്മൾ കഷ്ണങ്ങളാക്കിയിട്ട് ഇതിനുള്ളിൽ ഇതിലേക്ക് കഷ്ണങ്ങളായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഈ പാത്രത്തിലേക്ക് കഷ്ണങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. പൾവറൈസർ മെഷീൻ ഈ തേങ്ങ കഷ്ണങ്ങളാക്കി നമ്മൾ ഷ്രെഡ് ചെയ്ത് കഷ്ണങ്ങളാക്കി ആ കഷ്ണങ്ങളെ പൊടിയായിട്ട്, അതായത് നമ്മൾ ചെറുകിയ പോലെ കിട്ടുന്ന രീതിക്ക് മാറ്റി എടുക്കുന്നത്. ഇപ്പോൾ അതായത് കാണാം നമുക്കത്. തേങ്ങ എക്സ്ട്രാക്ട് മിൽക്ക് എടുക്കുന്ന എക്സ്ട്രാക്ടറാണ്. ഇതിൽ ചണ്ടി വരും, തേങ്ങ ഇട്ടിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചണ്ടി ഇതിൽ വരും, തേങ്ങാപ്പാൽ ഇതിലേക്കാണ് വരുന്നത്. തേങ്ങാപ്പാൽ ഇതിലേക്ക് വന്നാൽ ഇതിലിരുന്ന് തരിക്കുകയാണ്. ഇതങ്ങനെ ഇളകിയിട്ട് തരിക്കുകയാണ്. തരിച്ച് വരുന്ന സമയത്ത് അതിലുള്ള പിന്നുള്ള വേസ്റ്റും കൂടി ഇതിലേക്ക് വരികയാണ് ചെയ്യുന്നത്. ഇതിൽ വരും. ബാക്കി നല്ല പാല് ഇതിലെത്താണ്. ഈ പാലിനെയാണ് നമ്മൾ വെർജിൻ ഓയിലിന്റെ യൂണിറ്റിലേക്ക്, ഇതിപ്പോൾ സെൻട്രിഫ്യൂജിഫയർ എന്നുള്ള അതിൻ്റെ ആ യൂണിറ്റിലേക്ക് പോവുകയാണ് അപ്പോൾ ചെയ്യുന്നത്. ഇവിടുന്ന് അങ്ങോട്ട് ഇത് ഓണാക്കി കൊടുത്താൽ ഇവിടുന്ന് അങ്ങോട്ട് തേങ്ങാപ്പാലായി കഴിഞ്ഞാൽ അങ്ങനെ പോകും. ഈ തേങ്ങാപ്പാല് ഇതിലൂടെ വന്ന് ഇതിൽ കൂടെ പോയി ഇതിൽ തിരിയണം. ഫാനിന്റെ കാറ്റിൽ ഇത് തിരിഞ്ഞിട്ട് ഇതിനെ ഓയിൽ സെപ്പറേറ്റ്, ക്രീം സെപ്പറേറ്റ്, പിന്നെ തേങ്ങയിലുള്ള വെള്ളത്തിന്റെ അംശം അതൊക്കെ സെപ്പറേറ്റ് ആയിട്ട് വരികയാണ്. ഇതിലൂടെ വന്ന് ഇതിൽ എണ്ണയിട്ടും ഇതിൽ തേങ്ങയിലുള്ള വെള്ളത്തിന്റെ അംശം ബാക്കി ക്രീം അതിലും ലാസ്റ്റ് വരുന്നത്. അപ്പോൾ ഏറ്റവും നല്ല പ്യുവറായിട്ടുള്ള വെർജിൻ ഓയിൽ കോൾഡ് പ്രോസസ്സിങ് യൂണിറ്റ് ആണിത്. ഇത് അപ്പം തന്നെ പാലിനെ ഫെർമെന്റ് ചെയ്തിട്ടൊക്കെയാണ് ആദ്യം ചെയ്തിരുന്നത്. ഇപ്പോൾ അപ്പം തന്നെ പാല് എണ്ണയിട്ട് മാറുകയാണ്. ഒരിത്തിരി സമയത്തിൻ്റെ ഉള്ളിൽ തന്നെ നമുക്കത് എണ്ണയിട്ട് മാറണം. അപ്പോൾ അതിൻ്റെ ക്വാളിറ്റി ഏറ്റവും നല്ല രീതിയിലുള്ള ക്വാളിറ്റിയാണ് നമുക്ക് കിട്ടുന്നത്. അതിൻ്റെ വിലയിൽ അതിന് വിലയും കൂടുതലാണ്. തൊഴിലാളികൾ വളരെ വൃത്തിയോടെ ഇളക്കി കൊടുക്കുകയും എണ്ണ ചക്കിലാട്ടി എടുക്കുകയും ചെയ്യുന്നു. ഉണങ്ങിയ കൊപ്രയിൽ നിന്നും തെളിനീര് പോലുള്ള വെളിച്ചെണ്ണ വരുന്നത് ഇവിടെ കാണാം. ഇത് കൊപ്ര ഉണക്കിയിട്ട് നമ്മളിപ്പോൾ കൊപ്ര ഇവിടെ ഉണക്കുന്നുണ്ട്. ഇവിടെ തന്നെയാണ് കൊപ്ര ചെയ്യണത്. അത് നിങ്ങൾക്ക് കൊപ്ര ഉണക്കണതിൻ്റെ എങ്ങനെയാണെന്നുള്ളത് കാണാം. നമ്മൾ പുക കൊള്ളാത്ത വിധത്തിൽ ചേകുണ്ടാക്കിയിട്ട് അതാണ് അത് ചെയ്യുന്നത്. അതല്ലാതെ ഡ്രയറിൽ എടുത്തിട്ടും തേങ്ങ വെട്ടിയിട്ട് ഉണക്കണു. ആ കൊപ്രയാണിത്. ഈ കൊപ്ര എടുത്തിട്ട് ഇത് നമ്മൾ മരച്ചക്കാണ് ഏറ്റവും ക്വാളിറ്റിയിൽ, അതായത് എണ്ണ ചൂടാവണേ ഇല്ല. നമ്മൾ അതായത് ആട്ടുകല്ലിൽ ആട്ടണ അതേ രീതിയിൽ മരങ്ങൾ തമ്മിൽ ഒരഞ്ഞിട്ട് ആണ് ഈ എണ്ണ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് ചൂടാവാത്ത കാരണം എണ്ണയുടെ ക്വാളിറ്റി കൂടും. നമ്മളെപ്പോഴും പറയാ എണ്ണ ചൂടായ എണ്ണ ഉപയോഗിക്കാൻ പാടില്ല, ഒരുപാട് പ്രാവശ്യം അപ്പോൾ ഏറ്റവും ചൂടാവാതെ തന്നെ നമുക്ക് അറിയാം. മില്ലിലൊക്കെ കൊണ്ടുപോയിട്ട് എണ്ണ ഉണ്ടാക്കി വരുമ്പോൾ നല്ല ചൂടുണ്ടാവാറുണ്ട്. അപ്പോൾ ആ എണ്ണയ്ക്ക് കാണാം കട്ടി കുറവും ആയിരിക്കും. നമുക്ക് ഇതിലാട്ടിയെടുക്കുന്ന എണ്ണയ്ക്ക് കട്ടി കൂടുതലും ആയിരിക്കും. ഇത് ക്വാളിറ്റി കൂടുതലാണ്. ഇപ്പം നമുക്ക് ഇത് കാണാം എങ്ങനെയാണ് മരച്ചക്കിൽ ആട്ടിയെടുക്കുന്നത്. ടൈറ്റ് ആക്കുന്നതിന് പിന്നെ ഓരോ പ്രാവശ്യം ടൈറ്റ് ആക്കി കൊടുക്കുന്നതിനനുസരിച്ചിട്ട് എണ്ണ കൂടുതൽ വന്ന് തുടങ്ങും. ഇതിൽ നമുക്കൊരു 50% എണ്ണ മാത്രമേ കിട്ടുന്നുള്ളൂ. അത് ഇവിടുത്തെ തേങ്ങ ആയതുകൊണ്ടാണ് 50% വരെ കിട്ടുന്നത്. മറ്റുള്ളതൊന്നും മരച്ചക്കിൽ അത്രത്തോളം കിട്ടാൻ സാധ്യതയില്ല. കൃഷിയിടത്തിലെ ജൈവാവശിഷ്ടങ്ങൾ ഉപയോഗിച്ച് കൃഷിയിടത്തിലേക്ക് ആവശ്യമായ വളങ്ങൾ സുഷമ തന്നെയാണ് ഉണ്ടാക്കുന്നത്. ഫാമിലെ എല്ലാ അവശിഷ്ടങ്ങളും ഉപയോഗിച്ച് അതിനെ വളമാക്കി മണ്ണിലേക്ക് ചേർക്കുമ്പോൾ മണ്ണിന്റെ വളക്കൂറ് വർദ്ധിക്കുകയും അതുവഴി മണ്ണിരയും ജീവാണുക്കളും മണ്ണിൽ കൂടുതലായി കാണാമെന്ന് സുഷമ തന്റെ സ്വന്തം നിരീക്ഷണത്തിൽ നിന്നും പറയുന്നു. ഷ്രെഡർ ഉപയോഗിച്ച് തെങ്ങിൻതോപ്പിലെ ഓലയും മടലും ചകിരിയും പൊടിച്ച് കമ്പോസ്റ്റാക്കി മാറ്റി
തെങ്ങിൻ തടത്തിൽ ചേർത്ത് കൊടുക്കുന്നു. ഈ ഫാമിലെ തെങ്ങിൻ തോപ്പിൽ ഇടവിളയായി മുളകും ഇഞ്ചിയും മഞ്ഞളുമൊക്കെ നട്ടിട്ടുണ്ട്. ഇവിടെ ഇപ്പൊ ഇത് മുളകാണ്. മുളക് നമ്മളുടെ മുളക് പൊടിയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് മുളക് കൃഷി ചെയ്യുന്നത്. അതിന്റെ ഇടയിൽ മുരിങ്ങ കൃഷി ചെയ്തിട്ടുണ്ട്. മുരിങ്ങ നമ്മൾ മുരിങ്ങയിലെ പൊടിയായിട്ട് ആൾക്കാർ ആവശ്യക്കാർ വരാറുണ്ട്. ഡ്രയറിലിട്ട് ഉണക്കിയിട്ട് പൊടിയാക്കിയിട്ട് പാക്കറ്റാക്കിയിട്ട് പുറത്ത് ഗൾഫിലേക്കൊക്കെ പോകുന്ന ആൾക്കാർ കൊണ്ടുപോകാറുണ്ട്. അപ്പോൾ അതിന് നമ്മൾ അങ്ങനെ ചെയ്യുന്നു. കൂടാതെ നീലിയമരി ഹെയർ ഓയിലിൻ്റെ ആവശ്യത്തിന് ഇവിടെ ചെയ്യുന്ന കൃഷി ചെയ്യുന്ന നീലിയമരിൻ്റെ ഇല തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതുപോലെ വെറ്റില ഹെയർ ഓയിലിക്ക് ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ താളിയിലേക്ക് ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ആവശ്യങ്ങൾക്കുള്ള ഒരുവിധ എല്ലാ സാധനങ്ങളും നമ്മളിവിടെ കൃഷി ചെയ്തു വരുന്നത്. ലിപ് ബാമിലേക്കാണെങ്കിൽ നമ്മൾ മുല്ല ഇവിടെ കൃഷി ചെയ്യേണ്ട. ആ മുല്ലപ്പൂവ് നിന്ന് എടുക്കണം. മുല്ലപ്പൂവ്, അതേപോലെ റോസ് പൂവ് ഇവിടെ ഉണ്ടാവണം. ആ പൂവ് ഒക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ലിപ് ബാമൊക്കെ ഉപയോഗിക്കുന്നത്. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ അതിൽ ബീ വാക്സും മുല്ലപ്പൂവ് അങ്ങനെ നമ്മളെടുത്ത് നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങൾ മാത്രമേ നമ്മൾ ഉപയോഗിച്ചിട്ട് വരുന്നുള്ളൂ. കേരള അഗ്രോ ബ്രാൻഡിംഗ് നേടിയ ഈ ഉൽപ്പന്നങ്ങളുടെ വിപണനവും നല്ല രീതിയിൽ നടക്കുന്നു. കേരള അഗ്രോയില് നമ്മളുടെ പ്രൊഡക്ട്സ് ഉണ്ട്. അങ്ങനെയുള്ള ഓൺലൈനായിട്ടും സപ്ലൈ ചെയ്യുന്നുണ്ട്. കൂടാതെ ഞാനൊരു ഗ്യാസ് ഏജൻസി ഡിസ്ട്രിബ്യൂട്ടറാണ്. ഗ്യാസ് ഏജൻസി ഡെലിവറി ബോയ്സിന് കസ്റ്റമർ നമ്മൾക്ക് നമ്മളെ പരിചയമുള്ള കസ്റ്റമേഴ്സ് നമ്മളെ വിളിച്ച് പറയാറുണ്ട് സാധനങ്ങൾ വേണോ എന്ന് സാധനങ്ങളെ പറ്റി അന്വേഷിക്കാറുണ്ട്. അപ്പോൾ അവർ ഡെലിവറി ബോയ്സിൻ്റെ അടുത്ത് കൊടുത്തയക്കാറുണ്ട്. കൂടാതെ വേണ്ട കസ്റ്റമേഴ്സിന് അങ്ങനെ ചെയ്യാറുണ്ട്. കൂടാതെ നമ്മളെ പരിചയമുള്ള ആൾക്കാരും പിന്നെ ഇപ്പോൾ പുറത്തേക്കൊക്കെ ഗൾഫിലേക്കൊക്കെ പോകുമ്പോൾ ആൾക്കാർ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമ്മളെ പ്രൊഡക്ട്സ് ഒരുപാട് ചൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അങ്ങനത്തെ നല്ല കസ്റ്റമേഴ്സും ഒക്കെ ആയിട്ട് ഇതൊരു മുന്നോട്ട് പോകണു. വിവിധ ഫലവൃക്ഷങ്ങളും ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട്. ഇവിടെ വിദേശ ഇനം ഫ്രൂട്ട്സിൻ്റെ ഒരു ഭാഗമാണ്. അവിടെ വിയറ്റ്നാം മേളി, ചക്ക ഉണ്ട്. പിന്നെ വിവിധ ഇനം മറ്റുള്ള ഫ്രൂട്ട്സ്, അബിയു, പിന്നെ റംബുട്ടാൻ, മാംഗോസ്റ്റിൻ, അതുപോലെ മാവ്, വേറെ തരം മാവുകൾ, അങ്ങനെ ഉള്ള ഇതാണ് ഇതിൻ്റെ ഉള്ളിലുള്ള വിദേശ ഇനം ഫ്രൂട്ട്സാണ് ഇവിടെ. ഇത് ഒരു വെറൈറ്റി ആയിട്ട് മഞ്ഞ പപ്പായാണ്. ഇത് ചെറുത് മുതലേ മഞ്ഞ കളറിലാണ് വരുന്നത്. വലുതായാലും വലിപ്പം വെച്ചാലും നല്ല ടേസ്റ്റൊക്കെയാണ്. കുഴപ്പമില്ല. നല്ല ഭംഗിയാണ് കാണാൻ എന്നുള്ളതാണ് ഏറ്റവും. കന്നുകാലി വളർത്തലിൽ ഇവിടെ പ്രധാനമായും നാടൻ പശുക്കളെയാണ് വളർത്തുന്നത്. ഇത് ഇവിടുത്തെ പശു ഫാമാണ്. ഇവിടെ ഇന്ത്യൻ ബ്രീഡ് പശുക്കൾ മാത്രമേ ഉള്ളൂ. ഏറ്റവും ഉറപ്പുള്ള പശുക്കളെയാണ് ഞാൻ ഇവിടെ നിർത്തി വരുന്നത്. ഏറ്റവും എന്ന് പറഞ്ഞാൽ ഏറ്റവും ക്വാളിറ്റി ഉള്ള പാല് തരുന്നതും അതേയായാലും വളം ഒക്കെ ആയാലും ഏറ്റവും പശുക്കളുടെ ആണെന്നുള്ളതാണ് അറിവ്. അപ്പോൾ അത് കാരണം ഒന്നാമത്തത് ഞാൻ കൂടുതൽ അത് ആക്കാൻ കാരണം ഈ പശുക്കൾ ഇന്ത്യൻ ബ്രീഡ് പശുക്കളായതിൻ്റെ ശേഷം എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഒഴിവായി. HF പശുക്കളെ പരിപാലിക്കാനുള്ള ബുദ്ധിമുട്ട് കാരണമാണ് ഞാൻ ഇന്ത്യൻ ബ്രീഡ് പശുക്കളിലേക്ക് തിരിഞ്ഞത്. എനിക്ക് വളത്തിൻ്റെ ആവശ്യത്തിൻ്റെ കാരണം കൊണ്ടാണ്. വളത്തിൻ്റെ ആവശ്യമാണ് എൻ്റെ മെയിനായിട്ടുള്ള ആവശ്യം, പശുവിനെ വളർത്തുക എന്നുള്ളത്. അപ്പോൾ ഇന്ത്യൻ ബ്രീഡുകളാക്കി. അവരുടെ അസുഖങ്ങൾ കുറവാണ്. പിന്നെ കൂടുതൽ നല്ല പാല് ഉൽപ്പാദനം കുറവാണെങ്കിലും എനിക്ക് അതിൻ്റെ വ്യത്യാസം ശരിക്കും മനസ്സിലായി. അത് ഉപയോഗിക്കുമ്പോൾ ചാണം മണ്ണിലേക്ക് ചെല്ലുമ്പോഴുള്ള വ്യത്യാസം ശരിക്കും കീടനിയന്ത്രണം കൂടുതലായി നന്നായിട്ട് വന്നു. അങ്ങനെ മണ്ണിൻ്റെ വളക്കൂറ് തന്നെ വ്യത്യാസം വന്നു. ഇവിടെ തീരപ്രദേശം മണ്ണായിരുന്ന കാരണം വളക്കൂറ് വളരെയധികം കുറവാണ്. ഇപ്പോഴും റെഡി ആയിട്ടില്ല. എന്നാൽ പോലും വളരെയധികം വ്യത്യാസം എനിക്ക് വന്നു. അപ്പോഴാണ് ഞാൻ ഇന്ത്യൻ ബ്രീഡ് പശുക്കളിൽ പിന്നെ ഇങ്ങനെ കൂടുതൽ അപ്പം നമ്മളുടെ കൃഷി കൂട്ടി വരുന്ന കാരണം എനിക്ക് കൂടുതൽ വളത്തിൻ്റെ ആവശ്യം വന്നു. ഇപ്പോൾ ഇവിടെ ഉണ്ടാക്കുന്ന വളം മുഴുവനും ഈ ഫാമിൽ ഉപയോഗിക്കാനാണ്. പല വർണ്ണങ്ങളിലുള്ള ബൊഗെയിൻവില്ല ചെടികൾ, മുല്ല, റോസ തുടങ്ങിയ അലങ്കാര ചെടികൾ ഇവിടെ വളർത്തുന്നുണ്ട്. ഇവയിൽ ചിലത് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളായി മാറ്റുന്നു. കൃഷിയിലുള്ള തന്റെ മുന്നേറ്റത്താൽ കേരകേസരിക്ക് മുൻപ് തന്നെ പല അവാർഡുകളും സുഷമയെ തേടിയെത്തിയിട്ടുണ്ട്. 2018 താനാളൂർ പഞ്ചായത്തിൽ മികച്ച കർഷക അവാർഡ്, 2019-20, 2020-21 മലപ്പുറം ജില്ലയിലെ കർഷക തിലകം അവാർഡ്, 2022 ICAR കിസാൻ സമൃദ്ധി വിമൻ അഗ്രോ എന്റർപ്രണർ അവാർഡ്, 2024 സരോജിനി ദാമോദരൻ ഫൗണ്ടേഷൻ ബാംഗ്ലൂർ നൽകിയ മികച്ച ജൈവകർഷകയ്ക്കുള്ള ജില്ലാതല പുരസ്കാരവും ലഭിക്കുകയുണ്ടായി.
ജീവിതത്തിൽ പല ഘട്ടങ്ങളിലും മുന്നോട്ടു പോകാൻ കഴിയാതെ നിൽക്കുന്ന വനിതകൾക്ക് ധൈര്യമായി സ്വന്തമായി അധ്വാനിച്ച് ജീവിതത്തിൽ മുന്നേറാനുള്ള പ്രചോദനമാണ് സുഷമ നൽകുന്നത്. ഒപ്പമുണ്ടായിരുന്ന ഭർത്താവിന്റെ വേർപാടിലും പതറാതെ പ്രശ്നങ്ങളെല്ലാം അതിജീവിച്ച് വിജയിച്ച ശാന്തയും ശക്തയുമായ സുഷമ എന്ന വനിതാ കർഷകയും സുഷാസ് ഫുഡ് പ്രോഡക്ട്സും ഏവർക്കും ഒരു മാതൃകയാണ്. കൂടുതൽ വിവരങ്ങൾക്ക് സുഷമ PT 9947122970.